ദേ അളിയനെ ഹൃദവോളും. ഞാനേ ഊട്ടുപേരുടെ പിറകെ കാണും. അവിടെ പ്രസാദ് ഊട്ട് കിടക്കുക. ഓ ഇയാളെന്താ ദേവിയെ മണിയടിക്കാൻ വന്നാണോ? എന്താണ് മക്കളെ, പ്രാർത്ഥിക്കാൻ വന്നതാണോ അച്ഛനു വേണ്ടി? എന്റെ അച്ഛന് വേണ്ടി ഞങ്ങള് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. അച്ഛന് ഈശ്വര വിശ്വാസമുണ്ട്, വേണ്ടുവോളം ഈശ്വരാധീനമുണ്ട്. ഈശ്വരാധീനമൊന്നും അങ്ങനെ സ്ഥായിയല്ല. ഏതു സമയത്തും ഈശ്വരന്റെ ദൃഷ്ടി മാറാം. വർമ്മയ്ക്കിപ്പോ ജാതകവശാൽ കഷ്ടകാല. വർമ്മ സാറിന്റെ ജാതകം എഴുതിയത് അനന്തംപിള്ള ജോത്സ്യരാണോ? ഇയാളിപ്പോ ആ പണിയും തുടങ്ങിയോ? പ്രതാപ് വർമ്മയ്ക്കിപ്പോ കഷ്ടകാലമാണെന്ന് കൃത്യമായിട്ടും എനിക്കറിയാം. അതുകൊണ്ട് ഇനിയുള്ള കാലം റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്നതായിരിക്കും നല്ലത്. വല്ല രാമനാമവും ജപിച്ച് കഷായമൊക്കെ കഴിച്ച് റിട്ടയർമെന്റ് ലൈഫ് നിങ്ങൾ ആഘോഷിച്ച മതി. ഓ, നിങ്ങൾക്ക് കഷായം ഗുളിക മാത്രം പോരാ, പിണ്ണതൈലവും കുഴമ്പും ഒക്കെ വേണം. ഈ ശരീരത്തിലെ ചതവുകളൊക്കെ മാറണ്ടേ? ഞാൻ പറഞ്ഞത് തമാശയൊന്നുമല്ല. നേരിടുന്ന കഷ്ടകാലത്തിന്റെ നിരാശയിലും വിഷമത്തിലുമാണ് ഈ പ്രതാപവർമ്മ. കുറെ കാലം ഈ സംസ്ഥാനമൊക്കെ ഭരിച്ചതല്ലേ. ഭരണവും സിംഹാസനവും ഒക്കെ പോകുമ്പോ ഏടോ ആർക്കും ഉണ്ടാവും നിരാശ. ഈ ഇലക്ഷനൊക്കെ തുടങ്ങിയല്ലേ. എല്ലാ ഇലക്ഷനും നേതൃസ്ഥാനത്തുണ്ടായിരുന്ന വർമ്മ ഇപ്പോ ഒരു കുറ്റവാളിയായി വീട്ടിലിരിക്കുകയല്ലേ. എന്റെ അച്ഛൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ചെയ്യവില്ല. തന്നെ പോലത്തെ വൃത്തികെട്ടവരുടെ നാണം കെട്ട വാക്കുകൾക്ക് മുൻപിൽ ഒന്ന് പതറിക്കാണും. അതിൽ നിന്നൊക്കെ എന്റെ അച്ഛൻ തിരിച്ചു വരും. ചെയ്തതിനൊക്കെ പലിശ സഹിതം തിരിച്ചു തരുകയും ചെയ്യും. ജില്ലാ കളക്ടർ ശാലിനിയുടെ ധൈര്യത്തിലാണോ കൊച്ച് ഈ സംസാരിക്കുന്നത്? കളക്ടർ മാത്രമല്ല മിസ്റ്റർ അനന്തപിള്ളെ, എന്റെ അച്ഛനും എന്റെ ഭർത്താവും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരും എനിക്കൊപ്പം ഉണ്ട്. അതുകൊണ്ട് ഒരല്പാഹങ്കാരം കൂടുതലാ. ഇവരാരും കൂടാതെ ഈ ഭഗവതിക്കാവിലെ ദേവിയും ശ്രീ പരമശിവനും ഗണപതിയും ശ്രീ സുബ്രഹ്മണ്യനും എല്ലാവരും എന്റെ കൂടെ. തനിക്കപ്പോ ഒടുക്കം ആരും ഉണ്ടാവില്ല. സ്വന്തം ശ്വാസമെങ്കിലും തന്നോടൊപ്പം ഉണ്ടാവാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാം. അയാൾ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് മത്സരിക്കാൻ വന്നിരിക്കുന്നു. താൻ എത്ര മനമൊരുകി പ്രാർത്ഥിച്ചാലും ദേവി ചെവി തുറന്ന് കേൾക്കില്ല. താൻ മനസ്സിൽ കുറിച്ചിട്ടോ, എന്റെ അച്ഛൻ പ്രതാപവർമ്മ പഴയതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരും. ഋതിക മഹാദേവ വർമ്മ സാറിന്റെ കൊച്ചുമകളും പ്രതാപവർമ്മ സാറിന്റെ മകളുവാ. കൂടുതൽ അവളെ പ്രകോപിപ്പിക്കാൻ നിൽക്കണ്ട. അവള് തനിക്കെതിരെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന താൻ ദൈവത്തിനാണ് സത്യം തോറ്റുപോകും. വെറുതെ എന്തിനാടോ ഈ ആപത്തൊക്കെ വിളിച്ചു വരുത്തുന്നത്?